പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീനിവാസൻ സർ എന്തുകൊണ്ടാണ് വിക്രമിനെ പറഞ്ഞു വിട്ടത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ രാജേട്ടനോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാജേട്ടൻ ആ കാര്യങ്ങളെല്ലാം തന്നെ വിക്രമിനോട് പറഞ്ഞത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ വിക്രം ആകെ വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും രാധ വിക്രമിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രമാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലും ദേഷ്യത്തിലും ഇങ്ങനെ ഇരിക്കുമായിരിക്കും. രാധ വന്നിട്ട് വിക്രമിനോട് സംസാരിക്കുന്ന സമയത്തിന് വിക്രമിന് അങ്ങ് ദേഷ്യം വരട്ടോ. വിക്രം പറയുന്നത് നീ ഇനി ഒരിക്കലും എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരരുത്. അന്നേരം രാധ ചോദിക്കുന്നതിന് എന്താ വിക്രം അങ്ങനെയൊക്കെ എന്നോട് പറയുന്നത്, ഞാൻ കാണരുത് വരരുത് എന്ന് പറയുന്നതൊക്കെ എന്ത് കാരണമാണുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം തുറന്നു പറയട്ടോ. അതെ രാധ, നീ എന്നെ ഇങ്ങനെ കാണാൻ വരരുത് എപ്പോഴും. എനിക്ക് വേദയെ ഇഷ്ടമാണ്. വേദയെ ഞാൻ താലി കെട്ടിയിട്ട് എൻ്റെ ഭാര്യയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് എൻ്റെ വേദയാണ്. വേദയല്ലാത്ത മറ്റൊരു പെണ്ണിനെയും ആ സ്ഥാനത്ത് കാണാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് നീ വെറുതെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് ഇങ്ങനെ വിക്രം പറയുന്നത് കേൾക്കുന്ന സമയത്തിന് രാധക്കത് വല്ലാത്ത സങ്കടമായിരിക്കും. സങ്കടപ്പെട്ട് സങ്കടം സഹിക്കാൻ കഴിയാതെ ആയിരിക്കട്ടെ നിറ കണ്ണുകളോടെ ആയിരിക്കും രാധ അവിടെ നിന്നും പോകുന്നത്. രാധ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിക്രമിനുള്ള ഭക്ഷണമായിട്ടായിരിക്കട്ടെ വേദ അങ്ങോട്ടേക്ക് വരുന്നത്. ചോറുമായി വന്നുകൊണ്ട് തന്നെ വേദ പറയുന്നുണ്ട്, ഇവിടെ രാവിലെ മുതൽ വർക്ക്ഷോപ്പിൽ നിന്ന് ക്ഷീണിച്ചിരിക്കുന്ന വിക്രം ചേട്ടൻ്റെ ചോറുമായിട്ട് വന്നതാണ് ഞാൻ. അങ്ങനെ വിക്രമിനെ നോക്കിയിട്ട് പരിഹസിച്ച് സംസാരിച്ചു കൊണ്ട് തന്നെയായിരിക്കട്ടെ വേദ വിക്രമിനുള്ള ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നത്. വേദ ഇങ്ങനെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് തന്നെ വിക്രമിനുള്ള ചോറൊക്കെ വിളമ്പിയിട്ട് വിക്രമിന്റെ മുന്നിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുന്നതോടുകൂടി തന്നെ വിക്രം ഓൾറെഡി ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. ദേഷ്യം വന്നിട്ട് വിക്രം ഏതായാലും ആ ഒരു ചോറും പാത്രം അങ്ങ് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. ഇത് കാണുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സങ്കടമായിരിക്കും. വേദ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ നിലത്ത് പോയിരിക്കുന്ന ആ മണ്ണ് പുരണ്ട ചോറെല്ലാം തന്നെ പാത്രത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിന് വിക്രമിനോട് ഇങ്ങനെ വേദ പറയുന്നുണ്ട്, ഇനി ഓരോ ദിവസം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഈ മണ്ണ് പുരണ്ട ചോറിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. മറ്റുള്ളവരുടെ വേസ്റ്റും ഈച്ചയും കാക്കയൊക്കെ കൊത്തിപ്പെറുക്കി തിന്നുന്ന ആ ഒരു വേസ്റ്റും കൂട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞുങ്ങളുള്ള നാടാണിത്. ആ സമയത്താണ് നിങ്ങൾ ഇതുപോലുള്ളൊരു ചതി, അങ്ങനെ ഒരു തെണ്ടിത്തരം തന്നെ ഇവിടെ ചെയ്തത്. ഇതൊരിക്കലും ഒരു ദൈവവും പൊറുക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ വളരെയധികം വിഷമത്തോടു കൂടെ തന്നെ ആ ഒരു മണ്ണ് പുരണ്ട ചോറെല്ലാം തന്നെ പാത്രത്തിലേക്ക് ആക്കുകയാണ്. അങ്ങനെ വേദ ഏതായാലും ആ ഒരു ചോറ്റുപാത്രവുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയതിനു ശേഷം വിക്രമിനും ശരിക്കും കുറ്റബോധം തോന്നിപ്പോകണ്ടോ, താൻ ചെയ്തത് വലിയൊരു തെറ്റാണ് എന്ന കാര്യങ്ങളിലൊക്കെ വിക്രത്തിന് ബോധ്യപ്പെടും. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം വിക്രം ഏതായാലും വേദയോട് മാപ്പൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് വേദ, നീ എന്നോട് പൊറുക്കണം, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറയും. ഏതാണെങ്കിലും ശ്രീനിവാസൻ സാറിൽ നിന്നും വിക്രമിനെ അടർത്തിയതിനു ശേഷം വിക്രമിന്റെ മനസ്സിൽ ഒരുപാടധികം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി മുതൽ വിക്രവും വേദയും സ്നേഹിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.